അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് എവിടെയാ പോകാൻ പോകുന്നത്? രാമേശ്വരം. യെസ്, എന്നാ പോയാലോ? നമ്മൾ പോവാണ് ഗൈസ്. ഡ്രൈവർ ഫഹദ് കെ നിസാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അടുത്തത് കോ ഡ്രൈവർ ഷെയ്ൻഷ ഷനാസ്, വാളയാർ പരമേശ്വരൻ. അതെ കിട്ടില്ല ലൈറ്റൊക്കെ ആയിട്ട് വണ്ടി ഇറങ്ങി. രാത്രി വെട്ടമില്ലാണ്ട് വാട്ടർഫോൾസ് കാണുന്ന പറഞ്ഞിട്ട് വേണ്ട. എങ്ങനെയുണ്ട് 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 നമ്മുടെ ഇക്കാക്കടെ ബുദ്ധി? വേണ്ട, അതിനനുസരിച്ച് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ? അപ്പൊ ഗൈസ് വഴി തെറ്റിപ്പോയിട്ട് നമ്മള് ഏതോ ഡാമിലൊക്കെ നിർത്തിയിട്ടുണ്ട്. കല്ലാക്കുട്ടി നല്ല ക്ലൈമറ്റ് ആണ്, അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കാക്ക മറ്റെന്താണ് നമ്മുടെ എന്താ കഴിക്കണേ കാണിച്ച് കപ്പലണ്ടി മിഠായി കഴിക്കുവാണ്. എല്ലാരും ബ്ലോഗർമാരാണോ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? కొంచెం కూడా స్లోలీ పోగాము క్లాస్ చిన్నింగ్ కాన వల్ల డ్రాప్ చేతలోట ఇల్ల నంజని స్లోలీ పోగాము మేత మొత్తం పాడరణ పని പോലെ പകരുണ്ടി സീസ് പ്രേമം അപ്പോ ചൊല്ലില്ലേ ഓ കാക്ക കൊത്തും കരളിന്റെ നടുക്കു ഞാൻ പടക്കുമ്പോ പാട്ട് വെക്കാൻ ഡിജെ ചൊല്ലില്ലേ കരച്ചിലൊക്കെ പിന്നെ മനസ്സിൽ ചെറിയ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ബ്രേക്ക്. നെടുങ്കണ്ടം നമ്മുടെ സ്വന്തം കുച്ചാപ്പട മുമ്പിലാട്ടോ. ഞാനിപ്പോൾ ഉള്ളതപ്പോൾ നമ്മുടെ കമ്പം തേനിയിലാട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു ചായക്കട തപ്പിറക്കുക, ചായ കുടിക്കാൻ നോക്കിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടോക്കാം. എങ്ങനെയുണ്ട് ടീ? കോഫി എങ്ങനെയുണ്ട്? കോഫി കിടക്കുന്നുണ്ട്. അപ്പോ നമ്മൾ വന്നേക്കണത് നമ്മുടെ കമ്പം തേനിയിലുള്ള റൂട്ടില് ഒരു ചായ കുടിക്കാൻ കയറിയേക്കും കേട്ടോ. കടയുടെ പേര് അറിയാൻ പാടില്ല. ഒരു ചായ കുടിക്കാൻ തമിഴിൽ എഴുതി ചെയ്യണേ. അപ്പോ അതെ വേൾഡ് റെക്കോർഡിന് വണ്ടി കണ്ടിട്ടുണ്ടോ? ഗോൾഡൻ ബുക്ക് ഓഫ് ദ വേൾഡ് റെക്കോർഡ്. ഇതാണ് പാപ്പപ്പാലം, നമ്മുടെ രാമേശ്വരം പാലം. ഇതാണ് ഇത് കണ്ടോ, ഭയങ്കര നീട്ടുള്ള പാലം. നൈസല്ലേ? ഇപ്പടി അറിയാൻ പാടില്ല. അതെ പെട്രോൾ പമ്പ് ടീച്ചറാണ്. പെട്രോൾ പമ്പ് എങ്ങനെ? പെട്രോൾ പമ്പ് ആ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഉണ്ട്. ഓക്കെ, എന്ത് വിധി ഇത്? തമിഴ്നാട് വണ്ടി വരുമ്പോ ഞങ്ങൾ ഇവിടെ പോകാൻ വേണ്ടിട്ടുള്ള പാസ് ഫോറസ്റ്റിലേക്ക് ധനുഷ്കോടിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പാസ്സാണ്. 20 രൂപ. ഓക്കെ,
അപ്പൊ എല്ലാരും 20 രൂപ കൈ പിടിച്ചിട്ട് വേണം വരാൻ. അതെ 20 രൂപ അല്ല 120 രൂപ 120 രൂപ 100 രൂപ വേറെ. തെക്കെന്നാരോ വന്നിട്ടുണ്ടേ കണ്ടാ ചോദ്യം പിന്നെന്തുണ്ടേ മക്കളെ ഇതാട്ടോ ഇന്ത്യയുടെ ലാസ്റ്റത്തെ ഭാഗം. എൻഡ് ചെയ്യണത് ഇവിടെ കേട്ടോ. നമ്മുടെ ഇമ്രാൻസ് കാണിച്ചു തരും ഇതെവിടെ എൻഡ് ചെയ്യണതാണ്. ഓക്കെ എല്ലാവരും എന്റെ ഒപ്പം പോരാ. എല്ലാവരും എന്റെ ഒപ്പം. അപ്പോ ഞാൻ വന്നേക്കണത് നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് സ്ഥലത്താട്ടോ, അതായത് ധനുഷ്കോടി. ഓക്കെ, അപ്പോ എങ്ങനെയാന്ന് കണ്ടാലോ. ഒരു കിഡിലാണ് ആംബിയൻസ് ഉണ്ടോ, പൊളി. കുറേ ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നു എന്ത് ശേരല്ലേ, അമ്പോ സെറ്റ് പൊളി. അപ്പോൾ വാപ്സിക്ക് ഇറങ്ങിയായിക്കോട്ടെ, വാപ്സി മാമ എല്ലാവരും ഇറങ്ങുന്നുണ്ട്. പക്കോസ്, അപ്പൊ എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇത് ഒരു ഇതാണ് സംഭവം, അടിപൊളിയാ. എല്ലാവരും വന്ന് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എല്ലാവരും എന്തായാലും ഒരു വട്ടെങ്കിലും വന്ന് കാണണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ. മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. ഇവിടെ വന്ന് വൈകിട്ട് ഒരു കട്ടനും ഒരു വീൽസും. ശരിക്കും ഈ കടലിനപ്പുറം ശ്രീലങ്ക കേട്ടോ. ഓക്കെ, അപ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. ഭയങ്കര വെയിലും കൂടി കേട്ടോ. ഇവിടെ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതായത് ഒന്നും എന്തായാലും വിസിറ്റ് ചെയ്യണത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീണ്ടും കാണാം. അപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ വീട് വരെ പോവാണ്. അപ്പോൾ പോയി നോക്കാം. ഒരു ചെറിയൊരു സ്ട്രീറ്റിലാട്ടോ ഈ ഒരു ഇതൊക്കെയുള്ള വീടൊക്കെ ഉള്ളത്. കുറേ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ഒരു പഴയ വീട്ടിൽ ജനിച്ച് വളരുന്ന ഒരാളാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് വീട് പോയി കണ്ടു നോക്കാം. ആരുടെ കലാം കൊച്ചപ്പാട ഹൗസ് ഓഫ് കലാം എന്നൊക്കെ പറയാം. ഇവിടെ ആട്ടോ നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണ നടത്തിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോണല്ല അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കയറാൻ നിൽക്കാത്തൊന്നുമില്ല. നല്ല അടിപൊളി ആംബിയൻസ് കേട്ടോ, നല്ല രസമുണ്ട്. ഓ പക്ക. ചെയ്യാത്ത